ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെസിപ്പിയാണ്. വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റ് റെസിപ്പി ആട്ടാ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ 10 മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കണം. നല്ല ഹാർഡായി പുഴുങ്ങിയെടുക്കണം. നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. കുക്കറിൽ പുഴുങ്ങിയെടുക്കാം, സാധാരണ വെള്ളത്തിലും പുഴുങ്ങിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചു. ആ പാത്രത്തിലേക്ക് മുട്ട മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുട്ട നല്ലോണം വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ നല്ലോണം തിളക്കുന്നത് വരെ വേവിച്ചെടുക്കണം. എന്നാലേ മുട്ടൻ്റെ ഉള്ളെല്ലാം നല്ല ഹാർഡായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ മുട്ട ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് തിളക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട ഉള്ളികളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 5 ഉള്ളി, 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് മുട്ട തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മറ്റൊരു പാത്രത്തിൽ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാത്രം വെച്ചെടുത്തു. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എണ്ണയിൽ വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, എന്നാലും അത് ഒന്നിങ്ങനെ മിക്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 3 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉള്ളി നല്ലോണം കുക്കായിട്ട് വരും. ഓവർ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഓവർ കുക്കായും വേണ്ട. ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടൈപ്പിലേക്ക് ഉള്ളി കുക്കായിട്ട് വരണം. അപ്പോൾ ഉള്ളി കുക്കാവുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിച്ചെപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല സ്മെല്ലായിരിക്കും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വെന്ത് കിട്ടുമ്പം. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിക്കലാട്ടാ നല്ലത്. അപ്പോഴാണ് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരൽ. തുറന്ന് വെച്ചാൽ ഉള്ളി ഇങ്ങനെ പൊരിഞ്ഞിട്ട് ബിരിയാണിൻ്റെ ഒരു മസാലക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ കുക്കായി കിട്ടും. അടച്ചു വെച്ചാൽ നമുക്ക് റോസ്റ്റിന് ആവശ്യമായ ആ ഒരു ടൈപ്പിൽ കുക്കായിട്ട് വരും. അപ്പം ഉള്ളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് ഗരം മസാലയും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് മസാല ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയ മുട്ടയില്ലേ, ഇതുപോലെ 2ആയി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട ഉപ്പ് തന്നെ മതിയായിരുന്നു. അപ്പം കറക്റ്റ് ഉപ്പ് അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല. ഇനിയിപ്പം കുറച്ച് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ മസാലയും മുട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മസാലയൊക്കെ നമുക്ക് മുട്ട പൊടിയാതെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ അത്ര മതി. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ടിതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. പത്തലിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗ്രേവിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഗ്രേവി വേണം ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക.
അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.